ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എന്റെ മോന് പഴം വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒന്ന് രണ്ട് കടി കടിച്ചിട്ട് അവൻ അത് കളയും. അപ്പൊ അവൻ അറിയാതെ തന്നെ അവന്റെ വയറ്റിലേക്ക് പഴം എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമാണത്. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ ഉപയോഗിച്ചിട്ട്. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് മിനി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ മിനി ചേച്ചിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് തുടർന്ന് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ബനാന കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത്, 2 ഏത്തപ്പഴം മിക്സിയിൽ അടിച്ചെടുത്തത്, 1 കപ്പ് മൈദ, പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മൈദയും 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കട്ട കെട്ടാതിരിക്കാനും ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഇതേപോലെ അരിച്ചെടുക്കുന്നത്. ഇനി അടുത്തതായി മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായി പതഞ്ഞ് പൊന്തി വരുമ്പോൾ പഞ്ചസാര കുറച്ചീശെ ചേർത്തിട്ട് പിന്നെയും ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിൽ ഓയിൽ ചേർക്കുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ 1/2 കപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു 50 ഗ്രാം ബട്ടറും ഇതേപോലെ ബീറ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ച പഴം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിലേക്ക് അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചീശെ ചേർത്തിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് കുത്തി ഇളക്കരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ശേഷം ഞാൻ കേക്ക് ടിന്നൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ പതിയെ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്ററിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കാവുന്നതാണ്. എനിക്കിവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഇല്ലാതിരിക്കാനായിട്ട് പതിയെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ശേഷം അണ്ടിപ്പരിപ്പ് വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഈ കേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 40-45 മിനിറ്റ് ആണൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓവൻ ഇല്ലെങ്കിലും ഗ്യാസ് അടുപ്പിൽ തന്നെ ഈ ഒരു കേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് ഉണ്ടാക്കിയാൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. പിന്നെ നല്ല രുചികരവുമാണ് ഈ കേക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.